രാഹുലും സോണിയയും രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവർ ജനവിധി തേടുന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. പശ്ചിമബംഗാളിലും കശ്മീരിലും വോട്ടെടുപ്പിനിടെ അക്രമമുണ്ടായി. ഭീകരാക്രമണമുണ്ടായ പുൽവാമയിലെ പോളിംഗ് ബൂത്തിന് നേരെ അജ്ഞാതർ ഗ്രനേഡ് എറിഞ്ഞു. അമേഠിയിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ബൂത്ത് പിടിച്ചു എന്ന ഗുരുതര ആരോപണവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തി. ഇതിന് തെളിവായി വീഡിയോ ദൃശ്യവും സ്മൃതി ട്വീറ്റ് ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് കെ പി അഭിലാഷും ഉത്തർപ്രദേശിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും ചേരുന്നു. ആദ്യം അഭിലാഷ്, അവിടെ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സനീഷ്, 7 സംസ്ഥാനങ്ങളിലെ 51 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പശ്ചിമബംഗാളിൽ നിന്നും കശ്മീരിൽ നിന്നും തന്നെയാണ്. പശ്ചിമബംഗാളിലെ ബറക്പുരയിലെ സ്ഥാനാർത്ഥി അർജുൻ സിംഗിനെ ഒരു കൂട്ടം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. പോലീസ് നോക്കി നിൽക്കുകയാണ് തനിക്കെതിരെ കയ്യേറ്റമുണ്ടായത് എന്നും താൻ മർദ്ദനത്തിന് ഇരയായി എന്നുമാണ് അർജുൻ സിംഗ് പറയുന്നത്. അതേസമയം വനിതാ വോട്ടർമാരോട് മോശമായി പെരുമാറിയതിനെ തുടർന്നാണ് അർജുൻ സിംഗിന്റെ വിഷയത്തിൽ ഇടപെട്ടത്, മറിച്ച് മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ മറുപടി നൽകുന്നത്. അതോടൊപ്പം കശ്മീരിൽ ഏറ്റവും വിഘടനവാദികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കശ്മീർ എന്നത്. കശ്മീരിൽ അനന്ത്നാഗിൽ 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു മണ്ഡലത്തിൽ തന്നെ, ഈ മണ്ഡലത്തിലും ഒപ്പം ലഡാക്കിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാവിലെ 10 മണി വരെ ജമ്മു കശ്മീരിൽ 1.36% മാത്രം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുൽവാമ മേഖലയിൽ, ഭീകരാക്രമണം നടന്ന പുൽവാമ മേഖലയിലെ ഒരു ബൂത്തിലേക്കായിരുന്നു ഗ്രനേഡ് ആക്രമണം ഉണ്ടായത്. പക്ഷേ അവിടെ വോട്ടർമാരുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പരിക്കേറ്റ പശ്ചാത്തലമില്ല. ഉത്തർപ്രദേശിലും ഇത്തരത്തിൽ ബൂത്ത് പിടിക്കുന്നു എന്നുള്ള ആക്ഷേപമടക്കം. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം അഭിലാഷ്. പ്രധാനപ്പെട്ട വാർത്ത അവിടെ നിന്നുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ. അവിടെ അമേഠിയിൽ ബൂത്ത് പിടുത്തം എന്നത് രാഹുൽ ഗാന്ധിക്ക് നേരെ തന്നെയും ആക്ഷേപമായി ഉന്നയിച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി. വീഡിയോ ദൃശ്യങ്ങളും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിന്റെ വിവരങ്ങൾ? സനീഷ്, തീർച്ചയായും അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു വീഡിയോ, മാധ്യമപ്രവർത്തകരാണെന്ന് തോന്നുന്നു, ഒരു വയസ്സായ ഒരു സ്ത്രീയോട് ചോദിക്കുന്നതാണ്. ആ സ്ത്രീ കൃത്യമായി പറയുന്നത്, ആ വീഡിയോയിൽ താൻ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയപ്പോൾ BJPയുടെ ചിഹ്നമായ താമരയ്ക്കാണ് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ബലപ്രയോഗത്തിലോടുകൂടി കൈപ്പത്തി ചിഹ്നത്തിൽ തൻ്റെ വോട്ട് ചെയ്യിച്ചു. ബലപ്രയോഗത്തിലൂടെ അങ്ങനെ തൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് അമർത്തുകയായിരുന്നുവെന്നാണ് വയസ്സായ ആ സ്ത്രീ പറയുന്നത്. അവരുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ഈ വീഡിയോ വളരെ വലുതായി തന്നെ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ ട്വിറ്ററിൽ പങ്കുവെച്ചുകൊണ്ടാണ് സ്മൃതി ഇറാനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടിയെടുക്കണമെന്നും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം അമേഠിയിൽ ബൂത്ത് പിടുത്തം നടക്കുന്നുവെന്നുമുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അമേഠിയിൽ ചില മണ്ഡലങ്ങളിൽ ഒക്കെ തന്നെ, ചില മേഖലകളിലൊക്കെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് രാവിലെ തകരാറുമുണ്ടായിരുന്നു. ബൂത്ത് പിടുത്തം അടക്കമുള്ള കോൺഗ്രസ് ബലപ്രയോഗത്തിലേക്ക് കടക്കുന്നുവെന്ന് ആരോപണം സ്മൃതി ഇറാനി ഉന്നയിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ആരോപണം ഉന്നയിച്ച് ഔദ്യോഗികമായി ഇവർ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വിഷയം. സ്മൃതി ഇറാനി രാവിലെ മണ്ഡലത്തിൽ സന്ദർശനം നടത്തി വോട്ട് ചെയ്തപ്പോഴൊക്കെ തന്നെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം പോലും വോട്ടർമാരെ തിരിഞ്ഞു നോക്കുന്നില്ല, 5 വർഷം MP ആയതിനു ശേഷം പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നാൽ വോട്ടെടുപ്പ് ദിവസമെങ്കിലും വരാമായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. രാഹുലിന്റെ കൂടി പങ്കാളിത്തമുള്ള ഒരു ആശുപത്രിയിൽ ഒരു പ്രദേശവാസിയെ ചികിത്സിക്കാനായി ഞായറാഴ്ച കൊണ്ടുവന്നപ്പോൾ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് ചികിത്സ നിഷേധിച്ചു, അയാൾ മരിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ അവസാന നിമിഷത്തിൽ പോലും സജീവമായി നിൽക്കുന്ന ഈ മണ്ഡലത്തിലെ വീറും വാശിയും എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്താത്തത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം റായ്ബറേലിയിലാകട്ടെ സോണിയാഗാന്ധിക്ക് വലിയ മത്സര ഭീഷണിയൊന്നുമില്ല. അവിടെ എളുപ്പം ജയിച്ചു കയറാമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ കണക്കുകൂട്ടൽ. 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് അവിടെ കോൺഗ്രസ് സജീവമായി തന്നെ പ്രവർത്തിച്ചിരുന്നത്. ഒപ്പം രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൗ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 10 മണി വരെ 10% വോട്ടുകളാണ് പോൾ ചെയ്തിട്ടുള്ളത്. സനീഷ്, ഉണ്ണി, ഈ ബൂത്ത് പിടുത്ത ആരോപണവുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന സ്ത്രീയുടെ പ്രസ്താവന മാത്രമാണോ, അല്ലെങ്കിൽ അവരുടെ ബൈറ്റ് മാത്രമാണോ ഇതിന്റെ ആക്ഷേപത്തിന് തെളിവായിട്ട് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, അല്ലെങ്കിൽ ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്തെങ്കിലും അവർ ട്വീറ്റ് ചെയ്തതിലുണ്ടോ? ഇല്ല, ഇതുവരെയും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടില്ല. ആ വയസ്സായ സ്ത്രീയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അവരുടെ ദൃശ്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ഷെയർ ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ട്വിറ്ററിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു മാധ്യമപ്രവർത്തകന്റെ ഹാൻഡിൽ നിന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു, ആരുടെ ഒരു ഹാൻഡിൽ നിന്നും വന്നിരുന്നു. ആ വീഡിയോയാണ് സ്മൃതി ഇറാനി പങ്കുവച്ചിരിക്കുന്നത്. അവർ ആ ട്വീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി നടപടിയെടുക്കണം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമേഠിയിൽ ബൂത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. കേവലം ആ ഒരു ബൈറ്റിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബൂത്തിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അമേഠിയിലെ ചില മേഖലകളിൽ കോൺഗ്രസിന് വളരെ ശക്തമായ സ്വാധീനമുണ്ട്. അവിടങ്ങളിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ ബൂത്തിലാണോ ഈ സംഭവം നടന്നതെന്നതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ബൂത്ത് പിടുത്തം എന്നൊരു സംഭവം ആരോപണവുമായി വരുന്നതോടുകൂടി സ്മൃതി ഇറാനി ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി ഇടപെടൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്.
ശരി, ഞാൻ തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. ഇപ്പോൾ കെ പി അഭിലാഷ് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇവിടെ കശ്മീരിൽ പുൽവാമയിൽ അടക്കം വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണല്ലോ വിവരങ്ങൾ. അതുപോലെ ബംഗാളിലാണെങ്കിൽ തന്നെയും വലിയ പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ പ്രശ്നങ്ങൾക്കകത്തുകൂടെയാണെങ്കിലും പോളിംഗ് നല്ല നിലക്ക് പുരോഗമിക്കുന്നുണ്ടോ? ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് നന്നായി തന്നെ എത്തുന്നുണ്ടോ? സനീഷ്, പുൽവാമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ മോശം പോളിംഗാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കശ്മീരിൽ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആകെ ശരാശരി എന്നത് 10% മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് രാവിലെ 10 മണി വരെ 1.36% ആളുകൾ മാത്രമാണ് കശ്മീരിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ വ്യാപകമായ അക്രമ സംഭവങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചിമ ബംഗാളിൽ ആ നിലയിലല്ല. വോട്ടർമാരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാവിലെ 10 മണി വരെ 16% ആളുകൾ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ ഒരു നീണ്ട നിര ദൃശ്യമായിരുന്നു. അതേസമയം BJP ഉന്നയിക്കുന്നത് BJPയുടെ പല ബൂത്ത് ഏജന്റുമാരെയും ബൂത്തുകളിൽ ഇരുത്താൻ പോലും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയുള്ള അക്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിടുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപം കൂടി ഉന്നയിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരത്തിൽ സമാനമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും സ്വാധീനം തൃണമൂൽ കോൺഗ്രസിനാണ് എന്നും ആ തരത്തിലുള്ള വലിയ തരത്തിൽ വോട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം, അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. BJPയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. 2014 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് വിജയിച്ചിരുന്നത്. ഇവിടെ കാര്യമായ ഒരു സ്വാധീനം കോൺഗ്രസിനോ CPM-നോ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലെയും വോട്ട് ശരാശരി മധ്യപ്രദേശിൽ 13%, മധ്യപ്രദേശിൽ 13%, രാജസ്ഥാനിൽ 14%. മികച്ച പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും താപനില ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ 40 ഡിഗ്രിക്ക് മുകളിലായി ചൂട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെയാണ് വോട്ടർമാരുടെ ഒരു തിരക്ക് അനുഭവപ്പെട്ടത്. ഇനിയുള്ള മണിക്കൂറുകളിൽ തീർച്ചയായും വോട്ടർമാരുടെ ഒരു ഒഴുക്ക് കുറയുന്ന പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഇത്രമേൽ നല്ല ഒരു പോളിംഗ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. മധ്യപ്രദേശും രാജസ്ഥാനും അടക്കമുള്ളവ BJPക്കും അതുപോലെ കോൺഗ്രസിനും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കൂടിയാണ്. സനീഷ്, ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. പശ്ചിമ ബംഗാളിൽ നല്ല രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്നതാണ്. കൂടുതൽ വോട്ടർമാർ നല്ല നിലയ്ക്ക് എത്തിച്ചേരുന്നുണ്ട് പോളിംഗ് ബൂത്തുകളിൽ നിന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. പക്ഷേ അവിടെയും വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അക്രമ സംഭവങ്ങളെ അവഗണിച്ചുകൊണ്ടാണെങ്കിൽ തന്നെയും വോട്ടർമാർ നല്ല നിലക്ക് ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നതാണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതി. പക്ഷേ കശ്മീരിൽ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളുണ്ട്, ബോംബേർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കശ്മീരിൽ 10 മണി വരെ 1% മാത്രമേ പോളിംഗ് ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ ഘട്ടം വോട്ടെടുപ്പുകളിൽ എന്ന പോലെ മോശമാണ് പോളിംഗ് എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് അമേഠിയിൽ നിന്നാണ്. അമേഠിയിൽ BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കോൺഗ്രസിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. കോൺഗ്രസ് അവിടെ ബൂത്ത് പിടുത്തം നടപ്പാക്കുകയാണ് എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. അതിനുള്ള തെളിവായിട്ട് ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അമേഠിയിലടക്കം നല്ല തോതിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ഉത്തർപ്രദേശിൽ നിന്ന് M. ഉണ്ണികൃഷ്ണനും ഡൽഹിയിൽ നിന്ന് KP അഭിലാഷും. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സ്കൂൾ കുട്ടികളുടെ കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിനാണ് അനുമതി നിഷേധിച്ചത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അനുമതി നൽകാനാവില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, പെരുമാറ്റച്ചട്ടമാണ് എന്നത് അറിയാവുന്നതല്ലേ സർക്കാർ സംവിധാനങ്ങൾക്കും? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പോയിട്ടുണ്ടാവുക? സനീഷ്, ഇന്ന് വൈകിട്ട് 4:30-ക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ 600ഓളം കുട്ടികളുടെ സൂപ്പർ മാർക്കറ്റ്, കൺസ്യൂമർ മാർക്കറ്റ്, സ്കൂൾ കുട്ടികളുടെ പഠനോപകരണങ്ങൾ അടക്കമുള്ള കൺസ്യൂമർ മാർക്കറ്റിന്റെ ഉദ്ഘാടനമാണ് നിശ്ചയിച്ചിരുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലാണ് ഇത്തരം ഷോപ്പുകൾ ആരംഭിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരുന്നത്. ഈ പരിപാടിക്കാണ് അനുമതി ഇല്ലാതിരിക്കുന്നത്. സർക്കാരിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. കൺസ്യൂമർ ഫെഡ് MD ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി നേരത്തെ ചോദിച്ചതാണ്. പക്ഷേ അനുമതി കമ്മീഷൻ നൽകിയില്ല എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് ഇക്കാര്യത്തിൽ ഇത് ചട്ടലംഘനമാണ്. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരം ഉദ്ഘാടനങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്ന കാര്യം നേരത്തെ അറിവുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് അനുമതി ലഭ്യമല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും വ്യക്തമാക്കുന്നത്. എന്തായാലും വൈകിട്ട് 4:30-ക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. ഈ പരിപാടിക്കാണ് ഇപ്പോൾ അനുമതി.
മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അനുമതി നൽകാനാവുകയില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്നതിനാൽ ഇത്തരം പരിപാടികളിലേക്ക് മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാനാവുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം. മറ്റ് വാർത്തകളിലേക്ക്. പോലീസിലെ പോസ്റ്റൽ വോട്ട് വിവാദം സ്ഥിരീകരിച്ച് ഇന്റലിജൻസ് ADGPയുടെ റിപ്പോർട്ട്. പോസ്റ്റൽ വോട്ട് സമാഹരിക്കാൻ അസോസിയേഷൻ നേതാക്കൾ ശ്രമിച്ചെന്ന് ഇന്റലിജൻസ് ADGP കണ്ടെത്തി. കാസർഗോഡ് കള്ളവോട്ട് കേസിൽ പ്രശ്നബാധിത ബൂത്തുകളിലെ വെബ് കാസ്റ്റിംഗ് ദൃശ്യങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറും. കണ്ണൂരിൽ കള്ളവോട്ട് ആരോപണം നേരിടുന്ന 12 മുസ്ലിം ലീഗ് പ്രവർത്തകർ കലക്ടർക്ക് മുന്നിൽ ഹാജരായി. ഇടുക്കി ഉടുമ്പൻചോലയിലെ കള്ളവോട്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി VS അനു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അനു, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നടപടികളാണ് ഉണ്ടാകുന്നത്? ഈ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്? തീർച്ചയായും പോലീസിനാകെ നടക്കിലുണ്ടാക്കിയ കള്ളവോട്ട് വിവാദം ഇപ്പോൾ ADGP ഇന്നലെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ DGP ലോക്ഡൌൺ വിവരയ്ക്ക് ADGP TK മോഹൻകുമാർ നൽകിയിട്ടുള്ളത്. പോലീസ് അസോസിയേഷൻ നേതാക്കൾ വ്യാപകമായി പോസ്റ്റൽ ബാലറ്റുകൾ സമാഹരിക്കാൻ ശ്രമം നടത്തി. അതിനുശേഷം ചില നേതാക്കൾ കൂട്ടത്തോടെ പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ച സന്ദേശവും തിരുവനന്തപുരം വട്ടപ്പാറ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 4ഓളം പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ചതും തെളിവ് സഹിതം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പറയുന്നു. എന്നാൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് പോലീസുകാർ സഹകരിക്കുന്നില്ല, വിമുഖത കാണിക്കുന്നു എന്നൊരു പരാമർശവുമുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ജില്ലകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നും DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഏതായിരുന്നാലും DGP ലോക്ഡൌൺ ബെഹ്റ ഈ റിപ്പോർട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് സമർപ്പിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. ഏതായിരുന്നാലും പോലീസിന് ആകെ നാണക്കേടാക്കിയ ഒരു വിവാദത്തിൽ പോലീസിന്റെ ഭാഗം ഇന്റലിജൻസ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. സനീഷ്, അതാണ് വിശദാംശങ്ങൾ. ഞാൻ തിരിച്ചു വരാം അനു താങ്കളിലേക്ക്. കാസർഗോഡ് കള്ളവോട്ട് കേസിൽ പ്രശ്നബാധിത ബൂത്തുകളിലെ വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർ ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറും. കണ്ണൂരിലെ കള്ളവോട്ട് ആരോപണം നേരിടുന്ന 12 മുസ്ലിം ലീഗ് പ്രവർത്തകർ കളക്ടർക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, എന്താണ് വിശദാംശങ്ങൾ? സനീഷ്, ഞാനിപ്പോൾ ഈ കണ്ണൂർ കലക്ടറേറ്റിലാണ്. ഇവിടെ ഈ 12 ലീഗ് പ്രവർത്തകരിൽ നിന്നുള്ള മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കലക്ടർ അവർക്ക് കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത്. 28 പ്രവാസി വോട്ടർമാരുടെ വോട്ടുകൾ കള്ളവോട്ടായി രേഖപ്പെടുത്തിയെന്ന ആരോപണം തളിപ്പറമ്പ് പാമ്പുരുത്തിയിലെ മാപ്പിള AUP സ്കൂളിലാണ് ഉണ്ടായത്. ഇത് CPM ആണ് ഇത്തരത്തിൽ ഒരു ആരോപണവും പരാതിയുമായി രംഗത്ത് വന്നത്. ഇതിനെ തുടർന്നാണ് കലക്ടർ ഇവിടുത്തെ ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുകയും 5 പേർ വോട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബാക്കി ഉള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കലക്ടർ 12 പേരുടെ സംശയകരമായ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അതിനെ തുടർന്നാണ് ഇവരുടെ ഭാഗം വിശദീകരിക്കാനായി ഈ 12 പേരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളത്. അവർ ഇപ്പോൾ കലക്ടർ അവരുടെ മൊഴികളും മറ്റും രേഖപ്പെടുത്തുകയാണ്. അവർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരവും കിട്ടും. ഇത് അവർക്ക് കൃത്യമായി എങ്ങനെയാണ് ഈ ബൂത്തിൽ അവരുടെ സാന്നിധ്യം ഏത് തരത്തിൽ വന്നു എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മറുപടി പറയാൻ പറ്റാത്ത പക്ഷം അവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. സനീഷ്, ശരി, നന്ദി മനു. ഒപ്പം VS അനു വിവരങ്ങൾ നൽകിയതിന്. ഇടുക്കി ഉടുമ്പൻചോലയിലെ കള്ളവോട്ട് ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ MLA K കുഞ്ഞിരാമന്റെയും CPM നേതാക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, അവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായോ? എന്തൊക്കെ വിവരങ്ങളാണ് ഇവർ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞത്? സനീഷ്, പെരിയ ഇരട്ടക്കൊലക്കേസിലെ K കുഞ്ഞിരാമൻ MLAക്ക് പുറമെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, ഉദുമ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത്. കൃത്യം നിർവഹിച്ചതിന് ശേഷം പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കുന്നതായിരുന്നു ഇവർക്കെതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്തത്. K കുഞ്ഞിരാമൻ MLA അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചും മറ്റ് 3 പേരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും വെച്ചാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുസ്തഫയെ കല്ലോട്ടെ ടൗണിൽ നടത്തിയ കൊലവിളി പ്രസംഗത്തിന്റെ പേരിലാണ് മുസ്തഫയെ ചോദ്യം ചെയ്തത്. ഇതിനിടയിൽ തന്നെ കല്ലോട്ടും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ പുലർച്ചെയുമായി വ്യാപകമായ സംഘർഷങ്ങളാണ് നടന്നത്. ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ CPM നേതാക്കൾ T കരുണാകരൻ MP ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. അക്രമത്തിനിരയായ CPM പ്രവർത്തകരുടെ വീടുകളാണ് ഇവർ സന്ദർശിക്കുന്നത്. കല്ലോട്ട് ടൗണിന് സമീപമായുള്ള വത്സന്റെ വീടിന് നേരെ അക്രമമുണ്ടായി. ഇവിടെ നിരവധി വാഹനങ്ങളും തകർത്തു. P കരുണാകരൻ MPക്ക് പുറമെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ, VPP മുസ്തഫ തുടങ്ങിയ നേതാക്കളും സംഘത്തോടൊപ്പമുണ്ട്. അവരുടെ സന്ദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സതീഷ്,
നന്ദി ബൈജു വിവരങ്ങൾക്ക്. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ CPM-ന് ബന്ധമില്ലെന്ന് ആവർത്തിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ പാർട്ടി പ്രവർത്തകരെ ആസൂത്രിതമായി ആക്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അന്വേഷണം നേരായ വഴിക്ക് പോകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്വേഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പക്ഷപാതിത്വപരമായിട്ടല്ല. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നിലപാട് സുവ്യക്തമാണ്. CPIM-ന് ആ കൊലപാതകത്തിൽ ഒരു പങ്കാളിത്തവുമില്ല. അവിടെ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇവർ തമ്മിലുണ്ടായ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകമാണ്. വാർത്തകൾ തുടരുന്നു. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്ടിലെ ഭൂമി നികത്തലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. സർക്കാർ ഒത്താശയോടെ കൃഷിഭൂമി നികത്തുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധ മാർച്ച്. വിവരങ്ങളുമായി N. ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ബെന്നി ബെഹനാനെ സംസാരിക്കുന്നത് കാണാം. മറ്റു നേതാക്കൾ ആരൊക്കെയാണുള്ളത്? മറ്റു വിവരങ്ങൾ എന്താണ്? കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. K. ബാബു, അതേപോലെ DCC പ്രസിഡന്റ് TJ വിനോദ്, PT തോമസ് MLA തുടങ്ങി എല്ലാ നേതാക്കളും ഈ ജില്ലയിലെ MLA-മാരും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമരം നടക്കുന്ന ഈ വിവാദ ഭൂമിയിലേക്ക് സമരക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ ഈ വിവാദ ഭൂമിയുടെ മുന്നിൽ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ബെന്നി ബെഹനാൻ ഈ സമരത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് ഇത് തണ്ടപ്പേർ അനുസരിച്ച് ഇത് നിലമായ ഒരു ഭൂമിയാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് തയ്യാറാക്കിയ ഡേറ്റാ ബാങ്കിലും ഇത് നിലം തന്നെയാണ്. ഇത് നികത്തുന്നതിനുള്ള ശ്രമത്തിനെതിരെ മൂവാറ്റുപുഴ RDO 2017 ഡിസംബറിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതനുസരിച്ച് 2018 സെപ്റ്റംബറിൽ നെൽവയൽ നികത്തൽ നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് വീണ്ടും നികത്തലുമായി മുന്നോട്ട് പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് CPM-ന് താല്പര്യമുള്ള ചില നേതാക്കൾ ഇതിന് പിന്നിലുണ്ട്. CPM-ന്റെ ചില നേതാക്കൾ ഈ ഭൂമി നികത്തലിന് പിന്നിലുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതനുസരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും 2016 മുതൽ ഇത് വിവാദ ഭൂമിയാണ്. ഈ പല തരത്തിലുള്ള നികത്തലുകൾ ഈ പ്രദേശത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് പൂർണ്ണമായും നികത്തിയ അവസ്ഥയിൽ തന്നെയാണ് ഇത് പൂർവ്വസ്ഥയിലാക്കാൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ അത് പൂർവ്വസ്ഥയിലാക്കുന്ന നടപടിക്രമങ്ങളൊന്നും തന്നെ ആയിട്ടില്ല. ഇപ്പോഴും നികത്തിയ അവസ്ഥയിൽ തന്നെയാണ് ഈ ഭൂമിയുള്ളത്. ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കും എന്നാണ്, ഇതിന് തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നാണ് ബെന്നി ബെഹനാൻ അല്പം ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ബെന്നി ബെഹനാൻ അവിടെ സംസാരിക്കുകയാണ്. റവന്യൂ ചട്ടങ്ങൾ അനുസരിച്ച് മാറ്റി നമുക്കിവിടെ അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് ഉപയോഗിക്കാവുന്ന അവരുടെ ബിസിനസ്സിന് അവർക്ക് മറ്റു താല്പര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി എടുത്ത ഈ നടപടിയിൽ അസാധാരണമായ വേഗത്തിൽ ഹേസ്റ്റി ഡിസിഷനാണ്. അഗ്ലി ഹേസ്റ്റി. അതെ, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുമ്പോൾ ഈ അഗ്ലി ഹേസ്റ്റി ഇവിടെ കാണും. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 31-ാം തീയതി റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഫയലുകൾ വിരൽച്ചു വരുത്തി തീരുമാനമെടുക്കുന്നതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെടലുണ്ട്, ഉദ്യോഗസ്ഥലത്തിലുള്ള നേതാക്കന്മാർ ഇടപെടലുണ്ട്. പ്രിയങ്കരനായ എറണാകുളം ജില്ലാ കളക്ടറെ നോക്കുകുത്തിയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അധികാരമില്ല എന്ന് വരുത്തി ഈ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് കളക്ടർ എടുത്ത ഒരു തീരുമാനത്തെ നിഷ്ഫലമാക്കി ഇത് ചെയ്യുന്നതിന്റെ പിന്നിൽ കോടാനുകോടി രൂപയുടെ അഴിമതിയുണ്ട്. ഒരു കാര്യം ഈ ബഹുമാനിയായ നേതാക്കന്മാർ സാക്ഷി നിർത്തി പറയുന്നു, ഈ അഴിമതിയുടെ കുന്നത്തുനാട്ടിലെ ഭൂമി നികത്തലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചിൽ ബെന്നി ബെഹനാൻ സംസാരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. സിറോ മലബാർ സഭയിലെ വ്യാജരേഖാ കേസിൽ സഭാ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി. കർദിനാളിനെതിരെ വ്യാജരേഖയുണ്ടാക്കിയതിൽ തേലക്കാടിന് മുഖ്യ പങ്കുണ്ട് എന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിലാണ് പോൾ തേലക്കാട് ആലുവ DYSPക്ക് മുമ്പാകെ ഹാജരായത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി പോൾ, അദ്ദേഹത്തിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായോ? ഏത് ആരോപണത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടി വന്നത്? സനീഷ്, അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏറ്റവും കൂടുതലായി തന്നെ വളരെ നിർണായകമായ വിവരങ്ങൾ അറിയേണ്ടതും സഭാ മുൻ വക്താവ് കൂടിയായ ഫാദർ പോൾ തേലക്കാടിൽ നിന്നാണ്. കാരണം അദ്ദേഹം കൈമാറിയ രേഖകളാണ് പിന്നീട് സിനഡിലെത്തുകയും അത് കർദിനാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയപ്പെടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അത്തരം രേഖകൾ വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തത്. അപ്പോൾ ഈ രേഖകളുടെ ഒരു നിർമ്മിതി എന്താണ്, അല്ലെങ്കിൽ ഈ രേഖകൾ ആരാണ്
ഫാദർ പോൾ തേലക്കാടിന് നൽകിയതെന്ന് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പറയേണ്ടതും ഫാദർ പോൾ തേലക്കാട് തന്നെയാണ്. അതിൽ അദ്ദേഹം എന്ത് മറുപടി നൽകും എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു ഈ കേസിൻ്റെ ഗതി. കേസിൽ ഒന്നാം പ്രതിയായിട്ടാണ് ഫാദർ പോൾ തേലക്കാടിനെ പ്രതി ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ ആരായേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം ഹാജരായിരിക്കുന്നത് വൈദിക സമിതിയുടെ ഭാരവാഹികൾക്കൊപ്പമാണ്. സഭാ പ്രൊക്കുറേറ്ററും അദ്ദേഹത്തിനൊപ്പമുണ്ട്, അഭിഭാഷകനും ഒപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് വൈദിക സമിതിയുടെ തന്നെ അടക്കമുള്ളവരെല്ലാവരും തന്നെ ഒരു പിന്തുണ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് സ്പഷ്ടമാക്കും വിധമാണ് ഫാദർ പോൾ തേലക്കാട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ തന്നെ എത്തിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാനുള്ളത്. രേഖകളുടെ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഈ രേഖകൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് എത്തി എന്നത് സംബന്ധിച്ച് വിശദമാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ വൈദിക സമിതിയിലെ മുൻ അംഗങ്ങൾ അദ്ദേഹത്തിനെതിരെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത്തരം രേഖകളുടെ വ്യാജ നിർമ്മിതി ഉണ്ടാക്കിയത് ഫാദർ പോൾ തേലക്കാടിൻ്റെ തന്നെ നേതൃത്വത്തിലാണ്. വലിയ തയ്യാറെടുപ്പുകൾ ഇതിന് ഉണ്ടായിരുന്നു. വൈദിക സമിതിയിൽ തന്നെ യുവ വൈദികർ അദ്ദേഹത്തിന് പിന്തുണ നൽകിയതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ അദ്ദേഹം മറുപടി പറയേണ്ടി വരും. ശരി, നന്ദി ഡാനി വിവരങ്ങൾക്ക്. കുന്നത്തുനാട് ഭൂമി ഇടപാട് വിവാദത്തിൽ ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചു വരുത്തി പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഫയലുകൾ എത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചൂർണിക്കര നിലം നികത്തൽ ഉത്തരവ് വ്യാജമാണെന്ന് സംശയിക്കുന്നതിനാലാണ് വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. എനിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാജമാണ് ആ ഉത്തരവെന്ന് സംശയിക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതായിരുന്നു. അത് നേരത്തെ കൊടുത്തതാണ്. അത് കഴിഞ്ഞാണ് ഞാൻ കാസർഗോഡ് പോയത്. അപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒരു പരിശോധിക്കാൻ ഫയലൊക്കെ വിളിച്ചിരിക്കുകയാണ്. അത് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റാം. ഇന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഞാൻ പരിശോധിക്കട്ടെ കേട്ടോ. KSRTC വാടകയ്ക്കെടുത്ത ബസ്സുകളുടെ രേഖകൾ പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. നികുതിയും ഇൻഷുറൻസും ഇല്ല എന്നത് വസ്തുതയാണ്. 50 ബസ്സുകൾ കൂടി വാടകയ്ക്കെടുക്കും. രേഖകൾ പരിശോധിച്ച ശേഷമേ ബസ്സുകൾ സർവീസ് നടത്തുകയുള്ളൂവെന്നും മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ഈ വണ്ടികൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചോ ഇല്ലയോ എന്ന് പരിശോധന നടത്തേണ്ടതാണ്. നമ്മുടെ കൈവശമുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ചും വാടകയ്ക്കെടുത്തിട്ടുള്ള വാഹനങ്ങൾ, വ്യവസ്ഥകൾ പാലിക്കാതെയാണ് സർവീസ് നടത്തുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്തണം. ഇനിയിപ്പം നമ്മൾ 50 ബസ് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. അതിനുള്ള ബിഡാണ് ക്ഷണിച്ചിട്ടുള്ളത്. IS തീവ്രവാദ കേസിൽ 3 മലയാളികളെ കൂടി NIA പ്രതി ചേർത്തു. പ്രതികൾ ISനെ ഇന്ത്യയിൽ ശക്തമാക്കാൻ പ്രവർത്തിച്ചെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ NIA വ്യക്തമാക്കുന്നു. സിറിയയിലുള്ള അബ്ദുൾ റാഷിദുമായി ഗൂഢാലോചന നടത്തിയെന്നും NIA കണ്ടെത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ആരൊക്കെയാണ് ഇവർ? മറ്റ് വിവരങ്ങൾ എന്താണ്? സനീഷ്, 2016 IS റിക്രൂട്ട്മെന്റ് തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടാണ് 3 മലയാളികളെ കൂടി ഇപ്പോൾ NIA പ്രതി ചേർത്തിട്ടുള്ളത്. കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് ഫൈസൽ, കാസർഗോഡ് കളിയങ്ങാട് സ്വദേശി അബൂബക്കർ സിദ്ദീഖ്, കാസർഗോഡ് വിദ്യാനഗർ സ്വദേശി അഹമ്മദ് അറാഫത്ത് എന്നിവരെയാണ് പ്രതി ചേർത്തത്. പ്രതികൾ ISനെ ഇന്ത്യയിൽ ശക്തമാക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് NIA ഈ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. സിറിയയിലുള്ള അബ്ദുൾ റാഷിദുമായി ഗൂഢാലോചന നടത്തിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം ഉള്ളത്. നേരത്തെ ശ്രീലങ്കയിൽ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആസൂത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ കൂടി പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിലടക്കമുള്ള സംശയങ്ങൾ NIAയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഇയാസിനെ വിട്ടുകിട്ടണമെന്ന് 5 ദിവസം കൂടി വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് NIA കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. ശരി, നന്ദി പ്രകാശ്. ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത് വിവാദമാകുന്നു. മന്ത്രി തോമസ് ഐസക്കാണ് കത്ത് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ എന്താണ് ഈ കത്തിൽ പറയുന്നത്? സനീഷ്, ദേശീയപാത നിർമ്മാണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പ്രയോറിറ്റി 1 ലിസ്റ്റിലാണ് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ കേരളത്തെയും കർണാടകയിലെയും ദേശീയപാത നിർമ്മാണം പ്രയോറിറ്റി 2 ലിസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. പ്രയോറിറ്റി 2 ലിസ്റ്റിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും ഈ വരുന്ന 2 വർഷങ്ങളിൽ ഭൂമി ഏറ്റെടുപ്പ് നടക്കില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ദേശീയപാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുപ്പ് നിർത്തിവെച്ചിരുന്നു. ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചിരുന്നു. ഈ കത്തിൽ അവരുടെ മറുപടിയിലാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ തീരുമാനം ഇതാണ്. 1ാം ഘട്ടത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം
തീരുമാനം ഉണ്ടായി എന്ന് സംബന്ധിച്ചാണ് ഇന്നലെ ചില വാർത്തകൾ പുറത്തു വന്നത്. ഇതിൽ ഇന്നൊരു സ്ഥിരീകരണം കൂടി ഉണ്ടായിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ ഒരു കത്തിൽ പറയുന്നുണ്ട്. അത് പ്രധാനമായും ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നവരുടെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ കത്താണ്. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും PS ശ്രീധരൻപിള്ള ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുവികസനത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പൊതു ചർച്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുകയോ ചെയ്യാതെ കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് ഇങ്ങനെ ഒരു കത്തയക്കുകയും കേരളത്തിന്റെ വികസനം അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വെളുക്ക ചിരിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കുന്നവരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തണം എന്നാണ് പ്രധാനമായും തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിർദ്ദേശിക്കുന്നത്. കിരൺ, എന്തുകൊണ്ടാണ് BJP അധ്യക്ഷൻ ഇങ്ങനെ ഒരു കത്തയച്ചത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയുണ്ടോ? ഈ സമരങ്ങൾക്ക് അനുകൂലമായിട്ട് ഇവിടെ പലയിടങ്ങളിലും ഈ ദേശീയപാത വികസനത്തിന് എതിരായിട്ടുള്ള സമരം നടക്കുന്നുണ്ട്. ആ സമരങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് എന്ന നിലക്കാണോ ഇതിനെ കാണേണ്ടത്? ഈ കീഴാറ്റൂരിലൊക്കെ അവർ ഈ സമരത്തോട് ചേർന്ന് നിന്ന ആളുകളാണല്ലോ BJP. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആ കാലത്താണോ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ ഈ കത്തിനോട് പ്രതികരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായിട്ടില്ല. BJPയുടെ പ്രധാന നേതാക്കളും തയ്യാറായിട്ടില്ല. നമ്മൾ ചില പ്രധാന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാവില്ല ഇദ്ദേഹം കത്തയച്ചത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ ആവശ്യം അദ്ദേഹത്തെ അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും പക്ഷേ ശ്രീധരൻപിള്ളയുടെ ഭാഗത്തുനിന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഗൗരവമായ വീഴ്ചയാണ്. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് BJPക്ക് അത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി BJP എടുത്തിട്ടില്ല. ഈ ഏതെങ്കിലും ഒരു സമരവുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു നിവേദനം കൊണ്ടുവരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കത്ത് ഫോർവേഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ളയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിശദീകരണം ഇന്ന് ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കിരൺ, ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കത്ത് PS ശ്രീധരൻപിള്ളയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ തന്നെയും ആ ഒരു കത്ത് മാത്രം പരിഗണിച്ച്, അതായത് ഈ BJP സംസ്ഥാന അധ്യക്ഷന്റെ കത്ത് മാത്രം പരിഗണിച്ച് കേന്ദ്രമന്ത്രിക്ക് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? പ്രത്യേകിച്ചും സംസ്ഥാന മന്ത്രിയുടെ കത്ത് അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിക്ക് പോയ സാഹചര്യത്തിൽ, അതായത് ഈ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലപാട് ഇവിടെ നിന്ന് ആവശ്യം അഭ്യർത്ഥന അങ്ങോട്ട് കത്തായിട്ട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചെന്നതിന് ശേഷവും ഈ പാർട്ടിയുടെ അധ്യക്ഷന്റെ ഇത്തരമൊരു കത്ത് മാത്രം പരിഗണിച്ച് ഇങ്ങനെയൊന്ന് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അത് വലിയ രാഷ്ട്രീയ വിവാദമാകാനിടയില്ലേ? സനീഷ്, തീർച്ചയായും അത് രാഷ്ട്രീയ വിവാദമാനിടയുണ്ട്. ഇതിൽ അധികാരമുണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയം, രാഷ്ട്രീയം കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. കേരളത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പ്രയോജനം പ്രധാനമായും ലഭിക്കുന്നത് കേരള സർക്കാരിനാണ് എന്ന തരത്തിൽ BJPക്ക് ഒരു ആക്ഷേപം BJP നേരത്തെ തന്നെ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ്, ഇതിന്റെ പ്രയോജനം കേന്ദ്ര സർക്കാർ ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ള ആക്ഷേപമാണ് ഉന്നയത്. കേരളത്തിൽ ഇപ്പോഴേക്കും സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കെങ്കിലും ഈ നിർമ്മാണം തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് BJP നേതൃത്വം പലപ്പോഴും അനൌദ്യോഗികമായി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഔദ്യോഗികമായി BJPയുടെ സംസ്ഥാന നേതൃത്വം ഒരിക്കലും ദേശീയപാത വികസനത്തിന് എതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ സ്ഥലം നിർത്തിവെക്കണം എന്നുള്ള ഒരു തീരുമാനമോ നിലപാടോ എടുത്തിട്ടില്ല. ഇത്തരം ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാവണം. ഇതിന്റെ ഗുണം സംസ്ഥാന സർക്കാരിന് കൂടി ലഭിക്കും, അല്ലെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിനാണ് എന്നുകൂടി മുന്നിൽ കണ്ടാവണം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. ഈ കത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര BJP നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കാണണം. കേരളത്തിൽ മാത്രമല്ല, പ്രയോറിറ്റി ഒന്നിലുണ്ടായിരുന്ന കർണാടകയും പ്രയോറിറ്റി 2 നേരത്തെ മാറ്റിയിട്ടുണ്ട്. കർണാടകയിലും ഭരണമാറ്റത്തിന് ശേഷമാണ് ഇത്തരം ഒരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം ഇതിന് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആവില്ല. നന്ദി കിരൺ ബാബു വിവരങ്ങൾക്ക്. സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് തടസ്സമാകുന്ന രാഷ്ട്രീയ കളി BJP നടത്തുന്നു എന്ന ആക്ഷേപം CPMന് മുന്നോട്ട് വെക്കാനുള്ള അവസരമായിട്ടുണ്ട്. ഏതായാലും ഈ BJPയുടെ അധ്യക്ഷന്റെ കത്ത് അത് പുറത്തുവിടുക, തോമസ് ഐസക് പുറത്തുവിട്ടിട്ട് അത് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് PS ശ്രീധരൻപിള്ളയും BJPയും എന്ന് തോമസ് ഐസക് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിനെതിരായ നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം ഈ കത്ത് മുന്നോട്ട് വെച്ച് തെളിവായിട്ട് വെച്ചിട്ട് വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. വരുമാനം കൂടിയതിന് പിന്നാലെ ജീവനക്കാർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ച് KSRTC. വരുമാനം കൂടുന്നതിനനുസരിച്ച് 60 മുതൽ 382 രൂപ വരെയാണ് ഇൻസെൻറ്റീവ് ലഭിക്കുക. തിരുവനന്തപുരം തൃശൂർ റൂട്ടിൽ 15 മിനിറ്റ് ഇടവേളയിൽ ദീർഘദൂര ചെയിൻ സർവീസ് നടത്താനും തീരുമാനമായി. സിറ്റി സർവീസിൽ ദിവസ വരുമാനം 6000 രൂപയിലെത്തിച്ചാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഇൻസെൻറ്റീവിന് അർഹതയുണ്ടാകും. നേരത്തെ 60 രൂപയായിരുന്നത് 73 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. വരുമാനം കൂടുന്നതിനനുസരിച്ച് 382 രൂപ വരെ ലഭിക്കും. 10 മുതൽ 50% വരെയാണ് വർധനവ്. നിശ്ചയിച്ച തുകയേക്കാൾ മുകളിൽ നേടുന്ന ഓരോ 100 രൂപയ്ക്കും അധിക ബാറ്റയും ലഭിക്കും. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സേവനം ഉറപ്പാക്കി വരുമാന വർധനവ് നേടുകയാണ് കൂടുതൽ ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചതിന്റെ ലക്ഷ്യം. ദീർഘദൂര സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള നടപടി കടുപ്പിച്ച സാഹചര്യത്തിൽ
തിരുവനന്തപുരം തൃശൂർ റൂട്ടിൽ കൂടുതൽ സർവീസുകൾ KSRTC പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ 24 മണിക്കൂറും ഓരോ 15 മിനിറ്റ് ഇടവേളയിലും KSRTC ബസ്സുകൾ തൃശൂരിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കും ഉണ്ടാകും. ബസ്സുകൾ ക്രമീകരിക്കാൻ പ്രധാന ഡിപ്പോകളിൽ ജീവനക്കാരെയും ഡ്യൂട്ടിക്ക് നിയോഗിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്ന്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തവണ വിദ്യാഭ്യാസ മന്ത്രിക്ക് പകരം പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാകും ഫലപ്രഖ്യാപനം നടത്തുക. പരീക്ഷ എഴുതിയത് 4.5 ലക്ഷത്തോളം കുട്ടികൾ. 2,22,527 ആൺകുട്ടികളും 2,12,615 പെൺകുട്ടികളും. ഇതിൽ സർക്കാർ സ്കൂളുകളിലെ 1,42,033 പേരും എയ്ഡഡ് സ്കൂളുകളിലെ 2,62,125 പേരും അൺഎയ്ഡഡ് സ്കൂളുകളിലെ 30,984 വിദ്യാർത്ഥികളുമാണുള്ളത്. 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു മൂല്യനിർണ്ണയം. ആദ്യഘട്ടം ഏപ്രിൽ 4 മുതൽ 12 വരെയും രണ്ടാം ഘട്ടം ഏപ്രിൽ 16 മുതൽ 17 വരെയും നടന്നു. മൂന്നാം ഘട്ടം ലോക്സഭാ വോട്ടെടുപ്പിന് ശേഷം 25-നാണ് ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കും. 97.84 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം. കുട്ടികളെ കാര്യമായി ബുദ്ധിമുട്ടിക്കാതിരുന്ന പരീക്ഷകളായിരുന്നതിനാൽ ഇത്തവണയും വിജയശതമാനം ഉയരാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ ദത്തെടുത്ത ജയാപൂർ ഗ്രാമമാണ് വാരാണസിയിലെ BJPയുടെ വികസന മാതൃക. സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതിലെ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴും സൗജന്യമായി ലഭിച്ച പാചകവാതക സിലിണ്ടർ വീണ്ടും നിറക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. ജയാപൂരിൽ നിന്ന് ന്യൂസ് 18 വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 5 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ ദത്തെടുത്ത ജയാപൂർ ഗ്രാമത്തിന്റെ കവാടമാണ് എനിക്ക് പിറകിൽ കാണുന്നത്. വാരാണസിയുടെ വികസനത്തിന്റെ പരിച്ഛേദമായി BJPയും പ്രധാനമന്ത്രിയും ഉയർത്തിക്കാണിക്കുന്ന ഗ്രാമം. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി ഈ ഗ്രാമത്തിൽ നടപ്പാക്കിയതെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. രണ്ട് ബാങ്കുകൾ, കാത്തിരിപ്പ് കേന്ദ്രം, ശൗചാലയങ്ങൾ, സോളാർ വഴിവിളക്കുകൾ, പാവപ്പെട്ടവർക്ക് പാർപ്പിട പദ്ധതി, ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഉൾനാടൻ ഗ്രാമം വാരാണസിയിൽ കാണണമെങ്കിൽ ജയാപൂരിൽ തന്നെ പോകണം. 5 വർഷത്തിനിടെ ഗ്രാമത്തിൽ സംഭവിച്ച മുഖം മിനുക്കലിന്റെ സമ്പൂർണ്ണ ക്രെഡിറ്റ് പ്രദേശവാസികൾ പ്രധാനമന്ത്രിക്ക് നൽകുന്നു. जो समस्या मुख्य समस्या थी युवाओं को पढ़ने के लिए, वो बिजली की समस्या थी, वो बिजली मिली और किसान का उत्पादन भी बढ़ा, ऐसे विकास हुआ. 5 साल कुछ नहीं रहा, कुछ नहीं है हाल नहीं. मोदी जी उन्हीं देन बागी कुल. ജയാനഗറിൽ നരേന്ദ്രമോദി നടപ്പാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് അടൽ നഗർ പദ്ധതി. ഇവിടെ ഹൗസിംഗ് കോളനികളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് കാണാം, മോഡി ജി കാ അടൽ. പതിനാല് വീടുകളാണ് അടൽ ഗ്രാമത്തിൽ. 1 മുറി, അടുക്കള, ശൗചാലയം. ഇതാണ് വീടുകളുടെ മാതൃക. ठीक तो है बा, सुविधा है, सड़क ना बा, आवे जाके रहता नहीं बा, घर द्वार सुविधा सही दिल बा, ये खाए पे सुविधा नहीं. സൗജന്യമായി പാചകവാതക കണക്ഷൻ ലഭിച്ചെങ്കിലും സിലിണ്ടർ വീണ്ടും നിറയ്ക്കാൻ പോലും സാമ്പത്തിക ശേഷി ഇല്ലെന്നതാണ് താമസക്കാരുടെ ദുരിതം. ഗ്രാമത്തിൽ തൊഴിലവസരങ്ങളുമില്ല. साल भर बरल फिर ओकर बाद नहीं बरत. जब इतना नहीं बन गैस वाला तो दिया के साल में कितना मिलता है? कितना पैसा नहीं है क्या भरने के लिए? नहीं, पैसा नहीं है भरने. 1050 रुपया लगा खाली गैस भराए. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ ഗ്രാമത്തിലെ വികസന തുടർച്ചയ്ക്കായുള്ള നടപടികൾ കൂടി സ്വീകരിക്കൂ എന്നുള്ളതാണ് പ്രധാനമന്ത്രിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ജയാപൂർ ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ ടിങ്കു രാജശേഖരനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. നിർമ്മാണ തകരാറിനെ തുടർന്ന് അടച്ച പാലാരിവട്ടം പാലത്തിലേക്ക് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. പാലത്തിന്റെ തകരാർ പരിഹരിക്കുക, അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആരുടെ നേതൃത്വത്തിലാണ് മാർച്ച്? മറ്റ് വിവരങ്ങൾ എന്താ? പാലാരിവട്ടം മേൽപ്പാലം പണി പൂർത്തീകരിച്ച് ഒരു മേൽപ്പാലം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും 2 സർക്കാർ ഏജൻസികളാണ്
ഈ പാല നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനും കിറ്റ്കോയും. ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് CPI ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ പാലത്തിന്റെ നിർമ്മാണ ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഒഴിഞ്ഞുമാറാനും കഴിയില്ല. അതുകൊണ്ടും ഉദ്യോഗസ്ഥരെ പോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം ഈ കാര്യത്തിൽ തുല്യ കുറ്റക്കാരാണ് എന്നാണ് CPI ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 വിഭാഗക്കാർക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം മാസങ്ങളോളം എടുക്കും എന്നാണ് ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാൻ എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് മറ്റൊരു അഴിമതിക്കുള്ള വഴിയൊരുക്കലാണ് എന്നും CPI ആരോപിക്കുന്നു. അതുകൊണ്ട് സമയബന്ധിതമായി ആ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയ ഗതാഗത കുരുക്കില്ലാതെ പാലാരിവട്ടം ജംഗ്ഷനിൽ നിന്നും പാലത്തിന്റെ അടിയിലെത്തിയാണ് ഇപ്പോൾ ഇവർ ഉപരോധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. ലോകമെങ്ങും ഓഹരി വിപണികളിൽ കൂട്ടത്തകർച്ച. ചൈനയ്ക്ക് മേൽ കടുത്ത വ്യാപാര നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്നാണ് ഓഹരികളിൽ വ്യാപകമായ വിറ്റൊഴിക്കൽ ഉണ്ടായത്. സെൻസെക്സിൽ 450 പോയിന്റ് വരെയും നിഫ്റ്റിയിൽ 150 പോയിന്റ് വരെയും കുറഞ്ഞു. തൃശൂർ പൂരത്തിന് മാലപ്പടക്കം പൊട്ടിക്കാൻ അനുമതി തേടിയുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഏതെല്ലാം പടക്കങ്ങളാണ് പൊട്ടിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, കേന്ദ്ര ഏജൻസിയായ പെസോ ആണ്. അതിനാൽ പെസോയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മെയ് 7 മുതൽ 14 വരെയാണ് പൂരം. അതിനാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നായിരുന്നു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം. ആചാരപ്രകാരം വെടിക്കെട്ട് നടത്താൻ കോടതി അനുമതി നൽകിയതായും ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പൂരത്തിന്റെ വിളംബരം അറിയിക്കുന്ന പ്രധാന ചടങ്ങായ തെക്കേ ഗോപുരനട തള്ളിത്തുറക്കാൻ ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുമോ എന്ന ആകാംക്ഷയിലാണ് പൂരപ്രേമികൾ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വിലക്കുള്ളതിനാൽ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. പകരം കൊച്ചിൻ ദേവസ്വത്തിലെ എറണാകുളം ശിവകുമാറിനെ പരിഗണിക്കണമെന്ന് ദേവസ്വം ബോർഡ് നെയ്തലക്കാവ് ദേവസ്വം ഉപദേശക സമിതിയെ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷമായി നെയ്തലക്കാവമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട തള്ളിത്തുറക്കുന്നത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണ്. ഇത്തവണ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതിനാൽ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വിലക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഉറപ്പില്ല. 10-ാം തീയതിക്കകം വിലക്ക് നീങ്ങിയില്ലെങ്കിൽ മറ്റൊരു തലയെടുപ്പുള്ള കൊമ്പനെ തെരഞ്ഞെടുക്കാനാണ് നെയ്തലക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം. പകരം കൊച്ചിൻ ദേവസ്വത്തിലെ ആനയായ എറണാകുളം ശിവകുമാറിനെ എഴുന്നള്ളിക്കാൻ ബോർഡ് നിർദ്ദേശിച്ചു. ഇത് ഒരു 6-ാമത്തെ വർഷമാണ് തെച്ചിക്കോട് രാമേന്ദ്രൻ വരുന്നത്. പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വന്നാലല്ലേ ഇപ്പോൾ അതിനിപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കണ്ടോ. പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ പിന്നെ അതിപ്പോൾ ഞങ്ങളതിൽ ഇത് പൊട്ട തന്നെയാണ്. ആറാട്ടിനൊക്കെ അവരുടെ ആനകൾ തന്നെയാണ് വരുന്നത്. കേരളത്തിലെ നാട്ടാനകളിൽ തലയെടുപ്പുള്ള ആനകളിലൊന്നാണ് എറണാകുളം ശിവകുമാർ. 53 വയസ്സുള്ള ആനയെ തിടമ്പേറ്റാൻ മാത്രമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത്. തെക്കേ ഗോപുരനട തള്ളി തുറക്കാൻ വിലക്ക് നീക്കി തെച്ചിക്കോട് രാമചന്ദ്രൻ എത്തുമോ, അതോ എറണാകുളം ശിവകുമാറിന് നറുക്ക് വീഴുമോ? സസ്പെൻസ് അവസാനിക്കാൻ 10-ാം തീയതി വരെ പൂരപ്രേമികൾ കാത്തിരിക്കണം. പൂരനഗരിയിൽ നിന്ന് ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. BJPക്കും പ്രധാനമന്ത്രിക്കും പിന്തുണ അറിയിച്ച് ഡൽഹിയിൽ താരങ്ങളുടെ കൂട്ടായ്മ. BJP ആസ്ഥാനത്ത് നടന്ന സംവാദത്തിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങളും പങ്കെടുത്തു. ഒരു വട്ടം കൂടി മോദി സർക്കാർ എന്ന BJP മുദ്രാവാക്യത്തിന് പിന്തുണയുമായാണ് താരങ്ങൾ ഒത്തുകൂടിയത്. ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ വിവിധ ഭാഷകളിലെ നടീനടന്മാരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് അടക്കമുള്ള നേതാക്കൾ താരങ്ങളുമായി ആശയവിനിമയം നടത്തി. എന്തുകൊണ്ട് BJP എന്നതിന് താരങ്ങളുടെ മറുപടി ഇങ്ങനെ: രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ത്യാഗമാണ് എന്ന് നരേന്ദ്രമോദിജി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്നെ സ്വയം ജീവിതം രാഷ്ട്രത്തിന് വേണ്ടി അർപ്പിച്ച് അദ്ദേഹം അത് തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടി ഇഷ്ടപ്പെടുന്നത്. സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ താരങ്ങൾക്കും അവരുടെ രാഷ്ട്രീയം പറയാനുണ്ടെന്ന് മേനക സുരേഷ്. നമ്മൾ ആരെ പേടിക്കാനാണ്? നമുക്ക് മനസ്സിലുള്ള കാര്യം മനസ്സ് തുറന്ന് പറഞ്ഞാൽ അത് എല്ലാ ഒരു ഇന്ത്യനൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന ആളെ ഇഷ്ടമാണെന്ന് പറയാൻ, ഇപ്പൊ സിനിമ കാണുന്ന പോലെ എനിക്ക് ലാലേട്ടൻ്റെ പടം ഇഷ്ടമാണ്, എനിക്ക് മമ്മൂക്കയുടെ പടം ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പടം ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരും മറച്ചു വെക്കാറില്ലല്ലോ. എത്ര പബ്ലിക്കായിട്ട് എല്ലാവരും പറയാറുള്ളതാണ്. നമുക്ക് എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? പൊളിറ്റിക്സിലും കൂടെ പറയാത്ത രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലെ ആക്രമണം ശരിയല്ലെന്നാണ് താരങ്ങളുടെ അഭിപ്രായം. അവരുടെ ഒരു ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിരിക്കും. സോ യു ഷുഡന്റ് ക്രിട്ടിസൈസ്, യു ഹാവ് നോ റൈറ്റ് ടു ഡു ഇറ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്കൊരു ഇതുണ്ട്, ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ എനിക്കും കിട്ടിക്കൊള്ളും വേണമെങ്കിൽ ട്രോളർ, സംഘി, മങ്കി എന്നൊക്കെ ഉള്ള പേര് എനിക്ക് കിട്ടാൻ പോകണം നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയവും സൗഹൃദവും പങ്കുവച്ച കൂട്ടായ്മയിൽ തലയെടുപ്പോടെ നിന്ന കാലി ആയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയത്.
KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. തുടർച്ചയായ 25 വർഷത്തെ പരിശീലന നേട്ടവുമായി തിരുവനന്തപുരം ആക്കുളം DTPC നീന്തൽക്കുളം. ജലാശയങ്ങളിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് വ്യായാമം എന്നതിലുപരി ജീവൻ രക്ഷാ മാർഗമായാണ് പരിശീലനം നൽകുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള നീന്തൽ പരിശീലനത്തിൽ 1/4 നൂറ്റാണ്ട് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ആക്കുളത്തെ DTPC നീന്തൽക്കുളം. നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പരിശീലനത്തിനെത്തുന്നു. 2 ബാച്ചുകളിലായി 100-ലധികം കുട്ടികളാണ് ഇക്കുറി നീന്തൽ പഠിക്കുന്നത്. നമ്മൾ കുട്ടികളെ ഇപ്പോൾ തുടക്കത്തിൽ ഒരു ഒട്ടും അറിഞ്ഞിടാത്ത കുട്ടികളാണ് നമ്മളിപ്പോൾ ഈ വന്നിട്ടുള്ള കുട്ടികളെല്ലാം. അപ്പോൾ അവർക്ക് ഫസ്റ്റ് നമ്മളെ ബ്രീത്തിങ്ങിൻ്റെ പഠിപ്പിച്ചിട്ട് ഫ്ലോട്ടിങ്, അത് കഴിഞ്ഞ് നമ്മളെ ഫ്രീ സ്റ്റൈൽ, ബാക്ക് സ്ട്രോക്ക്, ഈ 2 സ്ട്രോക്കാണ് ഇപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ വരുന്ന ആൾക്കാർക്ക് 4 സ്ട്രോക്കും പഠിപ്പിക്കാറുണ്ട്. മത്സരങ്ങൾക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ കൂടിയാണ് പരിശീലനം. അവധിക്കാലം കഴിഞ്ഞാലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകും. ആംബിൾ പഠിച്ച്, ഫ്ലോട്ടിംഗ് പഠിച്ച്, സൈഡ് ബ്രീത്ത് ഒക്കെ പഠിച്ച്. രാവിലെ 7 മുതൽ 10 വരെയാണ് പരിശീലനം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്ന ജയ്സലിന് വീടായി. മത്സ്യത്തൊഴിലാളിയും ട്രോമ കെയർ വോളണ്ടിയറുമായ ജയ്സലിന് SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പ്രളയകാലത്ത് മുതുക് ചവിട്ടുപടിയാക്കി ആളുകളെ രക്ഷിച്ച ജയ്സലിനെ അത്ര വേഗത്തിൽ കേരളം മറക്കില്ല. 7 മാസം കൊണ്ടാണ് SYS മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജയ്സലിന് വീടൊരുക്കിയത്. 16 ലക്ഷം രൂപ ചെലവിട്ടാണ് ജയ്സലിനും കുടുംബത്തിനുമായി 2 വീടൊരുക്കിയത്. ഈ പ്രളയം കഴിഞ്ഞു, ഞാൻ ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഞാൻ സ്നേഹിക്കുന്ന സംഘടന എനിക്ക് വിളിച്ചിട്ട് എനിക്ക് വീട് പാസ്സാക്കി തന്നപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷമായി. ജയ്സലും ഭാര്യ ജസീറയും മക്കളും അടങ്ങുന്നതാണ് കുടുംബം. ജയ്സലിന് ക്യാരിക്കെടുക്കാൻ വീടില്ലാത്തൊരു അന്തരീക്ഷം. ഇത്തരം സാഹചര്യത്തിലാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം, അതിൻ്റെ ഗൾഫ് ഘടകം, ICFൻ്റെ സഹായ സഹകരണത്താൽ കഴിഞ്ഞ സെപ്റ്റംബർ AP ഉസ്താദ് ഇവിടെ വന്നിട്ട് കുറ്റിയടിച്ചു. പരപ്പനങ്ങാടി അവിൽക്കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ അലി ബാഫഖി തങ്ങളാണ് താക്കോൽ കൈമാറിയത്. ന്യൂസ് 18 തിരൂർ. പുലിപ്പേടിയിൽ മൂന്നാർ കടലാർ എസ്റ്റേറ്റ്. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയെ നേരിൽ കണ്ടതോടെ നാട്ടുകാരുടെ ഭയം വർദ്ധിച്ചു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച വനംവകുപ്പ് പുലിയെ പിടികൂടുന്നതിന് കൂടും സ്ഥാപിച്ചു. 2 ദിവസം മുമ്പാണ് മൂന്നാർ KDHP കമ്പനിയിലെ കടലാർ എസ്റ്റേറ്റിൽ പുലി ഇറങ്ങിയത്. വളർത്തുമൃഗങ്ങൾ ആക്രമണത്തിന് ഇരയായതോടെ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു. പശുക്കളെ ആക്രമിച്ച പുലിയെ എസ്റ്റേറ്റ് മേഖലയിൽ ആളുകൾ നേരിൽ കണ്ടു. പുലി തേയിലക്കാട്ടിലേക്ക് ഓടിമറഞ്ഞ വീഡിയോ ദൃശ്യം അവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തു. 8 മணிக்கு வீட்டுக்கு போகும்போது அந்த புலியை 4 நம்பர் காட்டில் பார்த்தோம். 2 மாடு வர അടിച്ചിருக்கு. എങ്ങൾക്ക് ഇരിക്കുന്നതിന് ഭയമാ இருக்குது. പുലി ഇറങ്ങിയെന്ന് ബോധ്യമായതോടെ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തി. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മൂന്നാർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ വർഷത്തെ ആദ്യ തീർത്ഥാടക സംഘം ജൂലൈ ആദ്യവാരം പുറപ്പെടും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മക്സൂദ് അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഹജ്ജ് ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ 6 കോഴിക്കോട് നടക്കും. ഇത്തവണ 13,194 തീർത്ഥാടകരാണ് സംസ്ഥാനത്ത് നിന്നുള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുതുതായി അനുവദിച്ച പ്രകാരം കേരളത്തിൽ 2000 പേർക്ക് കൂടി ഇത്തവണ അവസരം ലഭിക്കും. ആദ്യ തീർത്ഥാടക സംഘം ജൂലൈ ആദ്യവാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യം മദീനയിലേക്കുള്ള യാത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ജൂലൈ 14 ആദ്യ വിമാനം. 2730 പേരാണ് നെടുമ്പാശ്ശേരി വഴി ഈ വർഷം ഹജ്ജിന് പോകുന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ സംബന്ധിച്ച് ഈ മാസം 7 വിമാനത്താവള അതോറിറ്റിയുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചർച്ച നടത്തും. ഹജ്ജ് യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ വിലയിരുത്തി. കേരളത്തിലെ തീർത്ഥാടകർക്ക് മികച്ച സൗകര്യമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുമായുള്ള ചർച്ച 7-ാം തീയതിയാണ്. ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തണം. കാരണം 3 കൊല്ലം 4 കൊല്ലം മുടങ്ങിക്കിടന്ന എയർപോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ റൂമുകളും ഫെസിലിറ്റീസും ഒക്കെ ഒന്ന് പുനഃക്രമീകരിക്കണം. അവരിപ്പോൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ട് എയർപോർട്ട്. അപ്പോൾ പുതിയ ഞങ്ങളൊക്കെ കൂടിയിട്ടൊരു യോഗമുണ്ട്. 7-ാം തീയതിയാണ്. 7-ാം തീയതി 2:30. ഹജ്ജ് ഹൌസിനോട് ചേർന്ന് വനിതാ തീർത്ഥാടകർക്കായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം.
പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റി. മോദിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചിറ്റ് നൽകിയ 6 ഉത്തരവുകളിൽ 5ലും കമ്മീഷനുള്ളിൽ വിയോജിപ്പുണ്ടെന്ന് കോൺഗ്രസ് വാദിച്ചു. രണ്ടുപേർക്കും ക്ലീൻ ചിറ്റ് നൽകിയ കമ്മീഷന്റെ ഉത്തരവുകൾ ഹാജരാക്കാൻ അനുവദിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിശദാംശങ്ങൾ എന്താ? സനീഷ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ എന്നിവർക്കെതിരെ പെരുമാറ്റച്ചട്ട ലംഘന പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ന് വ്യക്തമായ മറുപടി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായി പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ക്ലീൻ ചീറ്റ് നൽകിയ പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഇതിനെയാണ് കോൺഗ്രസ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തത്. അതായത് സമാനമായ പരാതികളിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എടുക്കുന്നില്ല. അതേസമയം മറ്റ് നേതാക്കൾക്കെതിരെ കമ്മീഷൻ നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും എന്തുകൊണ്ട് നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകുന്നില്ല, കാരണം വ്യക്തമാക്കുന്നില്ല. അതേസമയം ഈ കമ്മീഷനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളുണ്ട്. നിലവിൽ 6 പരാതികളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൽ 5 പരാതികളിലും കമ്മീഷനുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങളുണ്ട് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ, കമ്മീഷന്റെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന് കോൺഗ്രസ് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേസ് ബുധനാഴ്ചത്തേക്ക് പരിഗണിക്കുന്നതിനായി മാറ്റിയിട്ടുള്ളത്. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്.